بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين أما بعد السلام عليكم ورحمة الله وبركاته. സാധാരണ സംഘാടകർ ക്ലാസ് ഇങ്ങോട്ട് വിഷയം ഇതെന്ന് ഉസ്താദിനോട് ഞാൻ അങ്ങോട്ട് വിഷയം കൊടുത്തിട്ടാണ്. എനിക്കിങ്ങനെ ഇതൊന്ന് പറയണം എന്നത് തോന്നൽ. അതുപോലെ തന്നെ വളരെ അപൂർവമായിട്ടാണ് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് കുറച്ച് വിശദമായിട്ട് നമ്മുടെ ക്ലാസ്സുകളിൽ ചർച്ച ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മുടെ സിറാത്ത് അഥവാ സിറാത്ത് പാലം എന്നുള്ളത് അതിനെക്കുറിച്ചാവട്ടെ എന്ന് വിചാരിച്ചു. ഞാൻ ദീർഘകാര്യാർത്ഥം നടക്കുന്ന ഒരു പരമ്പരയായി നടക്കുന്ന ക്ലാസ്സിൽ പറഞ്ഞ കാര്യം തന്നെ ഇവിടെയും പറയുന്നത് അഭികാമ്യമാണ് എന്ന് തോന്നിയതുകൊണ്ടാണ് ഇങ്ങനെ ഈ വിഷയം ചർച്ചയ്ക്ക് വേണ്ടി ആവശ്യപ്പെടുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ ദുനിയാവ് എന്ന് പറയുന്നത് നമ്മുടെ മുമ്പുള്ള ആളുകളൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മളും ഉൾക്കൊണ്ടിട്ടുള്ളത് അത് ദുനിയാവ് ഒരു പരീക്ഷണത്തിൻ്റെ വീടാണ്. അതുപോലെ തന്നെ നമുക്ക് പ്രവർത്തിക്കാനുള്ള സ്ഥലമാണ് ദുനിയാവ് എന്ന് പറയുന്നത്. എന്നാൽ ആഖിറത്തിനെ ആളുകൾ രണ്ട് വീട് എന്ന അർത്ഥത്തിൽ നമുക്ക് വിശദീകരിച്ചു തരുന്നു. ഒന്ന് ദാറുൽ ഖറാമ എന്ന് പറഞ്ഞാൽ നല്ലവരായ ആളുകൾക്ക് അള്ളാഹുവിൻ്റെ ആദരവും അതുപോലെ തന്നെ സുഖസന്തോഷത്തിൽ കഴിഞ്ഞുകൂടാൻ റബ്ബിൻ്റെ സാമീപ്യമുള്ള സ്വർഗീയ ആരാമങ്ങൾ അണിച്ചൊരുക്കുന്ന അത് വീട്. മറ്റൊന്ന് മറ്റേ വീടിന് അവരെ വിശേഷിപ്പിക്കുന്നത് അള്ളാഹുവിൻ്റെ കോപത്തിൻ്റെ അള്ളാഹുവിൻ്റെ വിദ്വേഷവും വെറുപ്പുമുള്ള ഒരു ഭവനം. അത് ശിക്ഷയുടെയും ദുരിതത്തിൻ്റെയും വീട് എന്ന അർത്ഥത്തിൽ ജഹന്നം എന്ന് പരിചയപ്പെടുത്തി. ഈ എന്താണെങ്കിലും ശരി, ഈ രണ്ടാലൊരു വീട്ടിലേക്ക് പോകേണ്ടവരാണ് എല്ലാവരും. ഖുർആൻ അവതരിപ്പിക്കുമ്പോൾ നമ്മളോടൊക്കെ വീട്ടിലേക്ക് അഥവാ നേരത്തെ പറഞ്ഞ ദാറുൽ ഫന നമ്മുടെ ഉമ്മയോട് റഹ്മത്തുള്ള അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ പേര് ദാറുൽ ഫന എന്ന നശ്വരമായ വീട്. ഒക്കെ വളരെ കൗതുകവും കേൾക്കാനും പറയാനൊക്കെ കൗതുകമുള്ള വീടിൻ്റെ പേരിട്ടപ്പോൾ അദ്ദേഹം വീടിൻ്റെ പേരന്വേഷിച്ചു. ഞാൻ എൻ്റെ വീടിന് ദാറുൽ ഫന ഇപ്പോഴും അതുകൊണ്ട് തന്നെയാണ് വിളിക്കുന്നത്. ഇവിടെയുള്ള നമ്മുടെ എത്ര കൊട്ടാരങ്ങളാണെങ്കിലും പൂരകളാണെങ്കിലും അതൊക്കെ പിടിച്ചു നിരപ്പാക്കി നശിച്ചു പോകുന്ന ഒരു വീട് ആയിരിക്കും ഇവിടെ ഉള്ളത്. അതില്ലാത്ത ഒരു വീട്ടിലേക്ക് പോകണം, അതിന് വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറാകണേ എന്ന് ഖുർആൻ ഒരുപാട് സ്ഥലത്ത് പറയുന്നത് നമുക്ക് കാണാം, നമുക്ക് കേൾക്കാം. എന്ന ഖുർആനിൻ്റെ ആയത്തിൽ കൂടെ നമ്മൾ കേൾക്കുന്നത്. ഇവിടെയൊക്കെയുള്ള വെള്ളിയാഴ്ച ഖുതുബകളിൽ നമ്മളോട് അത് ഇടക്കിടക്ക് ഖതീബുമാരെ കേൾപ്പിക്കും. അള്ളാഹിൻ്റെ അടുക്കിലേക്ക് പോകാൻ നിങ്ങൾ ഓർക്കണം, സൂക്ഷിക്കണം. യൗമൻ, ആ ദിവസം, ആ യൗമ എന്ന് കേൾക്കുന്നത് പോലും നമ്മുടെ മുമ്പുള്ള ആളുകൾക്ക് യൗമ എന്ന് കേൾക്കുമ്പോൾ പേടിക്കണം. യൗമ ദിവസം, ഒക്കെ ദിവസം എന്ന് പറയുമ്പോഴേക്ക് നമുക്ക് ഇവിടുത്തെ ദിവസം മാത്രം ഉള്ളൂ. നമ്മുടെ മുമ്പുള്ള ആ സലഫുകൾക്ക് ആ യൗം എന്ന് പറയുന്ന പദം കേൾക്കുമ്പോഴേക്കും അവർക്ക് ഓർമ്മ വരുന്നത് അല്ലാഹു നമുക്ക് മുന്നറിയിപ്പ് നൽകിയ ആ ദിവസത്തെക്കുറിച്ച്.
തന്നെ ആ ദിവസം എന്ന് പറയുന്നത് എന്തുകൊണ്ട് പേടിച്ചു എന്ന് പറഞ്ഞാൽ ആ ദിവസത്തിൽ വ്യത്യസ്തമായ ഘട്ടങ്ങളെ ഫേസ് ചെയ്യാൻ ഓരോരുത്തരും എല്ലാവർക്കും, അത് ബഹുമാനാണെങ്കിലും സാലിഹ്യങ്ങളാണെങ്കിലും സുഹദാക്കളാണെങ്കിലും സർവരും 1 by 1 എന്ന് നമ്മൾ പറയും. ഇങ്ങനെ ആ ദിവസത്തിലെ ഓരോ ഘട്ടങ്ങളെ ഫേസ് ചെയ്തിട്ട് വേണം നമുക്ക് ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്താൻ. ഇതാണ് ആ ഓരോ ഘട്ടത്തെ എങ്ങനെ ഞാൻ ഫേസ് ചെയ്യും എന്നുള്ളതായിരുന്നു അവർ പേടിച്ചത്. ആ യോഗ എന്ന് പറയുന്ന പദം കേൾക്കുമ്പോൾ അവർക്കുണ്ടായിരുന്ന ഞെട്ടൽ അതായിരുന്നു. ആ ഓരോ ഘട്ടത്തെ ഞാൻ എങ്ങനെ ഫേസ് ചെയ്യും. സൂറത്ത് ദഹർ വെള്ളിയാഴ്ചയൊക്കെ രാവിലെ ഓതി കേൾക്കുക, സുഹൃത്ത് കേൾക്കും. അതുപോലെ തന്നെ ഓതാൻ വേണ്ടി സുന്നത്താക്കുകയും ചെയ്തിട്ടുള്ള സൂറത്ത് ദഹറിൽ അതിൻ്റെ തുടക്കത്തിൽ തന്നെ 2 ആയത്തുകൾ അള്ളാഹു പറയുന്നത്. ഒന്ന് യഖാഫൂന യൗമൻ, ആ ദിവസത്തിന് അവർ പറഞ്ഞാൽ അതിൻ്റെ മുമ്പ് പറഞ്ഞു ആരാണ് അവർ. നല്ല ഭക്തര്, പുണ്യാത്മാക്കള്, സൽഗുണം ചെയ്യുന്ന ആളുകൾ, ഇവരാണ്. അവരെ കുറിച്ചാണ് പറയുന്നത്. യഖാഫൂന യൗമൻ, ആ ഡേ അവർ പേടിക്കുന്നു. എന്താ കാരണം? ശർറുഹു മുസ്തതീറ, അന്ന് അതിൻ്റെ ആ ഭയാനകമായ തിന്മ എല്ലാവരെയും മൂടിക്കളയുന്നത്. അതുപോലെ തന്നെ ഇന്നമായ അവർ പറയുന്ന ഒരു വാക്ക് ഇന്നാലഹ, അതും അവർ തന്നെയാണ് പറയുന്നത്. ആ പുണ്യാത്മാക്കളായ നന്മയുടെ വിഷയത്തിൽ അതിനെക്കുറിച്ച് തൊട്ട് മുമ്പിൽ പറയുന്നത് പാവപ്പെട്ട ആളുകൾക്കൊക്കെ അന്നം കൊടുക്കും, ദാനധർമ്മങ്ങളൊക്കെ ചെയ്യും. അതൊക്കെ ചെയ്യുമ്പോൾ വേറെ ഒരു പടപ്പ് വരില്ല. ആ കൊടുക്കുന്നതിൽ നിന്ന് എന്തെങ്കിലും ഒരു നന്ദിയോ ഒരു പ്രത്യുപകാരം ഒരു കൊതിക്കില്ല. ഇതൊന്നും ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുക്ര. എത്ര മുഖ്ലിസീങ്ങളെ നോക്കുന്നത്. ഒരു പ്രത്യുപകാരങ്ങളിൽ നിന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല, ഒരു ശുക്രും വേണ്ട. ഇങ്ങനെ നന്മ ചെയ്യുന്ന അവരാണ് പറയുന്നത് ഇന്നാ നഖാഫു മിൻ റബ്ബിനാ യൗമൻ അബൂസൻ ഖംതരീറ. ഇത് കാരണം മുഖങ്ങളെ മുഴുവനും ചുക്കിച്ച് കളയുന്ന ആ ഭയാനകമായ ആ ദിവസത്തെ പേടിച്ചിട്ട് നമ്മൾ ചെയ്യും. ഈ പേടി, ഇതിൽ പരാമർശിക്കുന്ന ഈ ദിവസം, ഈ യൗമ്, ഇതിനെ നമ്മുടെ നബിമാരെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. നബിമാരും ലമിനൽ മുസ്തഫൈനി അൽ-അഖ്യാർ, പടപ്പുകളുടെ കൂട്ടത്തിൽ മുസ്തഫ എന്ന് പറഞ്ഞാൽ തന്നെ ഏറ്റവും സെലക്ട് ചെയ്തതാണ്. മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും സെലക്ട് കടഞ്ഞെടുത്ത അഖ്യാർ, അവരോ ഖൈറിന്റെ വിഷയത്തിൽ നിന്ന് സെലക്ട് ചെയ്ത ഏറ്റവും ടോപ്പിലുള്ള ആ ആൾ. അവർ പേടിച്ചു ഈ ദിവസത്തെ. ഈ എന്തുകൊണ്ട് അവർ പേടിച്ചു എന്നുള്ളതാണ് നമുക്ക് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാനുള്ള ഈ വിഷയത്തിൽ ഞാൻ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഖുർആനിലെ ഒരു ആയത്തിൽ നമുക്ക് കാണാം യൗമ, ഒരു ദിവസം. നഹ്ശറുൽ മുത്തഖീന ഇലർ റഹ്മാൻ, മുത്തഖീകളൊക്കെ അല്ലാഹു ഒരുമിച്ച് കൂട്ടുന്നു ഇലർ റഹ്മാൻ, റഹ്മാന്റെ അടുക്കലേക്ക്. വഫ്ദൻ, ടീമായിട്ട്. ഓരോ വഫ്ദ് എന്ന് പറഞ്ഞാൽ ദൗത്യ സംഘങ്ങളെ. പക്ഷെ ആ സംഘത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. ആ വഫ്ദാകുമ്പോൾ അതൊരു ഔദ്യോഗിക, ഒരു റസ്മി അല്ല, ഒരു ഒഫീഷ്യൽ ടീം. അതിനാണ് വഫ്ദ് എന്ന് പറയുന്നത്. അവരെ സ്വീകരിച്ച് ആനയിക്കാൻ ആളുകളുണ്ടാകും. അവർ വരുമ്പോൾ അവരെ ഇരുത്തുവാൻ പറ്റുന്ന സാഹചര്യങ്ങളും ചുറ്റുപാടുകളും ഉണ്ടാകും. അങ്ങനത്തെ ഒരു ടീമായിട്ട് മുഅ്മിനുകളെ റഹ്മാൻ അവന്റെ അടുക്കിലേക്ക് കൊണ്ടുവരുന്ന ഒരു ദിവസം. അതേ ദിവസം തന്നെ സൂഖ് നിന്ന് തെളിച്ചു കൊണ്ടുപോകും. അൽ-മുജ്രിമീൻ, കുറ്റം ചെയ്യുന്ന ആളുകളെ ഇല ജഹന്നമ വിർദ. വിർദ എന്ന് പറഞ്ഞാൽ ദാഹിച്ച് പരവശരായ മരുഭൂമിയിലെ ഒട്ടകങ്ങൾക്ക് പ്രയോഗിക്കുന്ന പദമാണ്. ഈ രീതിയിൽ വളരെ
വളരെയധികം പ്രയാസത്തോടുകൂടി കുറ്റം ചെയ്യുന്ന കുറ്റവാളികളെ അവിടെ പറഞ്ഞു നോക്കി നിങ്ങൾ. വനസൂഖുൽ മുജ്രിമീൻ, വനസൂഖുൽ കുഫാർ എന്നല്ല പറഞ്ഞു, വനസൂഖുൽ മുനാഫിഖ് എന്നല്ല പറഞ്ഞു, വനസൂഖ് അൽ മുജ്രിം. അപ്പോൾ ആ കുറ്റം ചെയ്യുന്നവർ എന്ന് പറഞ്ഞാൽ അതിന് മുസ്ലിം ഉണ്ടാവും, മുസ്ലിം ഉണ്ടാവും, സർവരും ഉണ്ടാവും. തെറ്റുകൾ ചെയ്യുന്ന ആളുകളെ, കുറ്റം ചെയ്യുന്ന ആളുകളെ അള്ളാഹു അവന്റെ മലക്കുകളെ ഉപയോഗിച്ച് തെളിച്ചു കൊണ്ടുവരുന്നു. ആ വരുന്ന സമയത്ത് അവർ ആകെ ദാഹം കൊണ്ടും ക്ഷീണം കൊണ്ടും പരവശരായ രീതിയിലാണ് അവരെ ആട്ടിത്തെളിച്ചു കൊണ്ടുവരുന്നത്. എന്നിട്ട് കൊണ്ടുവരുന്നത് ആ ഘട്ടമാണ് നമുക്ക് ഇവിടെ വിശദീകരിക്കാനുള്ളത്. നമുക്ക് മരിച്ചാൽ നമുക്കറിയാം ബർസഖ് എന്ന് പറയുന്ന ഒരു ലോകമാണ്. കുടിച്ചിട്ടാലും നീന്തുന്നാലും കടലിൽ പോയാലും കത്തിക്കഴിഞ്ഞാലും ഒക്കെ ഇവരുടെ ഒക്കെ ഈ ബോഡി രണ്ടാമത് ജനിച്ചു വരുന്നത് വരെയുള്ള ആ ടൈമിന് പറയുന്ന പേരാണ് ബർസഖ് എന്ന് പറയുന്നത്. ഈ ബർസഖ് കഴിഞ്ഞാൽ പിന്നീട് ഒരുപാട്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 1-2 സ്റ്റെപ്പൊന്നല്ല, 1-2 ഘട്ടമല്ല, വിവിധ ഘട്ടങ്ങളെ തരണം ചെയ്തിട്ട് വേണം നമുക്ക് സ്വർഗത്തിലേക്ക് എത്തുവാൻ. ഒന്നിനു വേണ്ടിയിട്ട് ഹദീസിൽ കാണാം, മരിച്ച ആളുകളെ കുറിച്ച് പറഞ്ഞു അവർ അവര് മനസ്സിൽ ഫസ്റ്റ് സ്റ്റെപ്പ് അവരാണ്. ആ ഖബർ എന്ന് പറഞ്ഞാൽ ബർസഖ് അല്ല, നമ്മള് ഭൂമിയിൽ കൊണ്ടുപോയി കുറിച്ചിടുന്ന ആ ഖബർ മാത്രമല്ല, ആ ബർസഖാണ് ഒരു മുസ്ലിമിന്റെ, ഒരു മുഅ്മിനിന്റെ, ഒരു മനുഷ്യന്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. അതില് അവന് ഓക്കെ ആണെങ്കിൽ പിന്നെയൊക്കെ അടുത്തതൊക്കെ ചിലപ്പോൾ ഈസി ആയിരിക്കും. എന്ന് പറഞ്ഞാൽ അടുത്തതെന്ന് പറഞ്ഞാൽ ഒരുപാട് ഘട്ടങ്ങൾ പിന്നീട് വരാറുണ്ട്. ആ ഘട്ടങ്ങളിൽ ഒരു ഘട്ടമാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ള, കേൾക്കാനുള്ള അസ്സിറാത്ത് എന്ന് പറയുന്ന ഘട്ടം. അവിടേക്ക് എത്തുന്നത് ഖുർആൻ സൂറത്ത് മറിയമിൽ അല്ലാഹു പറയുന്നത് വഇൻ മിൻകും ഇല്ലാ വാരിദുഹാ. വഇൻ മിൻകും, നമ്മളോട് ഈ പക്ഷെ നമ്മളോട് നേരിട്ട് പറയും. വഇൻ മിൻകും, നിങ്ങളിൽ, നമ്മളോട് സ്വന്തം ഓരോരുത്തരോടും കാലാകാലങ്ങളിൽ അന്ത്യനാൾ വരെയുള്ള മനുഷ്യരോട് നേർക്കുനേരെയുള്ള സംഭാഷണം. അപ്പൊ അതിന് നമ്മളോടൊക്കെയാണ് പറയുന്നത്. വഇൻ മിൻകും, നിങ്ങളിൽ ആരും ഇല്ലാ വാരിദുഹാ, വരാതിരിക്കില്ല, നിങ്ങളിൽ ആരും വരാതിരിക്കുകയില്ല അവിടെ. ഈ വാരിദുഹാ എന്ന് പറഞ്ഞത് തഫ്സീറുകളിലൊക്കെ കാണാൻ സാധിക്കും. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അസ്സിറാത്ത് എന്നതാണ്. കാന അലാ റബ്ബിക ഹത്മൻ മഖ്ദിയ, പടച്ചവന്റെ ഖണ്ഡിതമായ തീരുമാനമാണ് അവിടെ നിങ്ങളെ അല്ലാഹു കൊണ്ടുവരും എന്നുള്ളത്. എന്നിട്ടോ പിന്നീട് അല്ലാഹുവിനെ പേടിച്ചവനുണ്ടെങ്കിൽ അവർക്ക് രക്ഷ. ദുൽമ് ചെയ്തവർക്കൊക്കെ അവർക്ക് മുട്ടിയിലിഴഞ്ഞ് അവിടെ നിന്ന് ആ നരകാഗ്നിയിലേക്ക് പോകേണ്ട ഘട്ടം വരാനുണ്ട്. ആ സിറാത്ത്, ഈ സിറാത്തിനെ കുറിച്ച്, സിറാത്ത് മരിച്ചതിന് ശേഷമുള്ള ഉയർത്തെഴുന്നേൽപ്പും സ്വർഗം നരകം അതിനുള്ള ശേഷമുള്ള ഓരോ സ്റ്റെപ്പുകളും കംപ്ലീറ്റ്ലി അതൊക്കെ എന്താണ്? അഭൗതിക, അദൃശ്യമാണ്, ഗൈബിയാണ്. അതെങ്ങനെ എപ്പോ ഒന്നും നമുക്കറിയില്ല. എന്തെങ്കിലും റസൂൽ പറഞ്ഞു തന്നിട്ടുണ്ടോ സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് നമുക്ക് വിശ്വസിക്കാം. അതുകൊണ്ട് തന്നെ ആ സിറാത്തിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പഠിച്ച സഹാബത്ത് പറയുന്നത്, എനിക്ക് ഈ മഹാനായ അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു പറയുന്നത്, ബലഗനി, ആ സിറാത്ത് എന്ന് പറഞ്ഞാൽ അതെന്താണ് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, എനിക്ക് കിട്ടിയത് റസൂലിൽ നിന്ന് കിട്ടിയത് അന്നൽ ജിസ്റ, അതിന്റെ ആ രൂപം വിശദീകരിക്കുന്നത് അദഖു മിനശ് ശഅറ, അത് മുടിയേക്കാൾ നിർമ്മലം, വഅഹദ്ദ മിനസ് സൈഫി, വാളിനേക്കാൾ മൂർച്ചയേറിയത്. എങ്ങനെയൊക്കെ പോകണം? ഒരു മുടിയേക്കാൾ നിർമ്മലം,
വാളിനേക്കാൾ മൂർച്ച. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നത് യൂദഉ സിറാത്തു അലാ സവാഇ ജഹന്നം, ആ സിറാത്ത് ജഹന്നമിന്റെ നരകത്തിന്റെ മുകളിലൂടെയായി അള്ളാഹു നിർമ്മിച്ചു വെച്ചിട്ടുള്ളതാണ്. അതിന്മേൽ അതിന്റെ ഹദ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഷാർപ്നെസ് അത് വാളിനേക്കാൾ മൂർച്ചയേറിയതാണ്. അലൈഹി കലാബീബും മിൻ നാരി, അതിൽ ഒരുപാട് കൊളുത്തുകളുണ്ട്, ഒരുപാട് മുള്ളുകളുണ്ട്. അതെല്ലാം തന്നെ തീ കൊണ്ടുണ്ടാക്കിയതത്രേ. ഇങ്ങനെയുള്ള ഒരു സിറാത്ത്, ഈ സിറാത്ത് വരാത്ത ഒരാൾ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളുണ്ടാവില്ല. നമ്മളൊക്കെ അവിടെ വരും. ഈ സിറാത്തിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിശേഷിപ്പിച്ചിട്ടുള്ളത് ഒരു ഭയാനകമായ രംഗമാണ്. അത് ഒരാളും തന്നെ അവിടെ സംസാരിക്കില്ല. അവിടെ സംസാരിക്കുന്നത് പ്രവാചകന്മാർ, നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാർ അവിടെ വെച്ച് സംസാരിക്കല്ല. അവിടെ വെച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുമെന്ന് അല്ലാഹുമ്മ സല്ലിം അല്ലാഹുമ്മ സല്ലിം. എൻ്റെ ഉമ്മത്തിന് വേണ്ടി അല്ലാഹുവിൻ്റെ റസൂല് അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. എല്ലാ നബിമാരും ഇങ്ങനെ ദുആ ചെയ്യണം തൻ്റെ ഉമ്മത്തിന് വേണ്ടിയിട്ട്. ആ സിറാത്തിൽ നിന്ന് പടച്ചോനെ എൻ്റെ ഉമ്മത്തിനെ കാക്കണേ, രക്ഷപ്പെടുത്തണേ, രക്ഷപ്പെടുത്തണേ. ഇത് മാത്രമേയാണ് അവർ അവിടെ വെച്ചുകൊണ്ട് സംസാരിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്. നബി തിരുമേനി ഈ ആ സിറാത്തിനെ കുറിച്ച് പറഞ്ഞിട്ട് പറഞ്ഞു, ആ സിറാത്തിന്റെ അടുക്കലെത്തുന്ന ആ രംഗത്ത് മനുഷ്യന്മാർ 3 കാറ്റഗറിയാണ്. 3 കാറ്റഗറി ആയിട്ട് തരംതിരിക്കും. ഒന്നാമത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാൻ സാധിക്കും. അതിന്റെ പ്രയോഗം നാജ്ജൻ മുസ്ലിം. ഒരു കാറ്റഗറി അവരാണ്, അത് മുസ്ലിമാണ്, രക്ഷപ്പെടുന്നവരാണ്. എന്ന് വെച്ചാൽ ആ സിറാത്തിലൂടെ അത് ക്രോസ് ചെയ്ത് അള്ളാഹുവിന്റെ റഹ്മത്തിലേക്ക്, അവന്റെ റിദ്വാൻ, അവന്റെ തൃപ്തിയും നേടി സ്വർഗത്തിലേക്ക് എത്തുന്നവർ. ഇതിനെക്കുറിച്ച് തന്നെ ഹദീസുകളിൽ കാണാൻ സാധിക്കും. രക്ഷപ്പെടുന്ന ആ ആളുകൾ, അവരുടെ രക്ഷപ്പെടുന്നത് തന്നെ ഹദീസിന്റെ വെളിച്ചത്തിൽ ഫമിൻഹും, അവരുടെ ആ കാറ്റഗറിയിൽ, ആ രക്ഷപ്പെടുന്ന കാറ്റഗറിയിൽ തന്നെയുള്ള ആളുകൾ മൻ യമുറു കലംഹിൽ ബസർ, അവരിൽ ഉൾപ്പെടാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യണം. ഒരു കണ്ണ് ഇമ വെട്ടുന്നത് പോലെയുള്ള സ്പീഡിൽ അത് ക്രോസ് ചെയ്തിട്ട് പോകുന്ന ആളുകൾ. അനാജിൻ മുസ്ലിം എന്ന് പറഞ്ഞില്ലേ, അതില് എല്ലാവരും ഇങ്ങനെയല്ല. അതിൽ ഒരു നമ്മളുണ്ടല്ലോ, പരീക്ഷക്കൊക്കെ ജയിക്കുന്ന ആളുകളുണ്ടല്ലോ, ഫുള്ള് 99 മാർക്ക് വാങ്ങുന്നവരും 100% വാങ്ങുന്നവരും A+ മറ്റും, ഇങ്ങനെ പല കാറ്റഗറിയും പല ഗ്രേഡും കിട്ടുമല്ലോ. ഇതുപോലെ ജസ്റ്റ് പാസ്സാകുന്നവരെ പോലെ വിവിധ ഗ്രേഡ് തട്ടുകളിൽ ആ സിറാത്ത് ക്രോസ് ചെയ്ത് രക്ഷപ്പെടുന്നവരുണ്ട്. അതിലൊന്ന് യമുറുക്കൽ ബിൽ ബസർ, രണ്ടാമത്തെ മിൻഹും കൽ ബർഖ്, ഇടിമിന്നൽ പിളറ് പോലെ. അത് ഇമ വെട്ടുന്നതിനേക്കാൾ കുറച്ചുകൂടി ഉണ്ടാവും, ടൈം കുറച്ചുകൂടി നേരം സമയമുണ്ടാവും. ആ സ്പീഡിലും മുറിച്ചു കടക്കുന്നവരുണ്ടാകും. വമിൻഹും കർറീഹ്, അതുപോലെ തന്നെ കാറ്റടിക്കുന്നത് പോലെ പോകുന്നവരുണ്ട്. വമിൻഹും കൽ ഫറസ്, അതുപോലെ തന്നെ കുതിരകൾ ഓടുന്ന സ്പീഡിൽ ഓടിപ്പോകുന്നവരുണ്ട്. അതുപോലെ വമിൻഹും മൻ യംശി മശ്യാ, മറ്റൊരു ടീം അവർ അതിലൂടെ ക്രോസ് ചെയ്തു പോകുന്നത് പതുക്കെ പതുക്കെ നടന്നു പോകുന്നു. വമിൻഹും മൻ യസ്ഹഫു സഹഫാ, മറ്റു ചില ആളുകൾ അതിലൂടെ ഒട്ടുകുത്തി ഞരങ്ങി. അവര് മുസ്ലിമാണ്, അവര് വെറും മുഅ്മിനാണ്. പിന്നെ എന്താണ് ഇതിനൊക്കെ കാരണം? അങ്ങനെ അവസാനമായി ഒരാൾ അത് ക്രോസ് ചെയ്തു പോകുമ്പോൾ, ഒരാൾ ക്രോസ് ചെയ്തു പോകുന്നു, മുട്ടിലിഴഞ്ഞ് ഞരങ്ങിക്കൊണ്ട് ആണ് അവൻ പോകുന്നത്. മുട്ടിലിഴഞ്ഞ് ഞരങ്ങി പോകുന്നു.
ഇങ്ങനത്തെ ആളുകളും അവരുടെ കൂട്ടത്തിലുണ്ട്. അപ്പൊ അവർ പറയും, യാ റബ്ബ്, പടച്ചോനെ, ഈ രീതിയിൽ ഇത്ര പ്രയാസപ്പെട്ട് ഏറ്റവും ശ്രമമായിട്ടാണ് എനിക്ക് പോകാൻ പറ്റുന്നത്. എന്തേ കാരണം? അപ്പൊ അള്ളാഹു പറയുന്നത്, ഞാനല്ല, ഇന്നമാ അബ്തഅബിക് അമലുക. ഇങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ ഞൊണ്ടി ഞൊണ്ടി ഞെരങ്ങി പോണ്ടെങ്കിൽ അതിന് കാരണം നിന്റെ അമൽ അത്രേ ഉള്ളൂ. നിന്റെ അമൽ അത്രേ ഉള്ളൂ. അപ്പൊ നേരത്തെ ആ ഫസ്റ്റില് പറഞ്ഞ ആ ടീമിന്റെ അമലുകളുടെ ആധിക്യം നിങ്ങളൊന്ന് ഓർത്തു നോക്കി. ചെയ്തിരുന്ന ആ കർമ്മങ്ങളുടെ വൈപുല്യം, ചെയ്ത പ്രവർത്തനത്തിന്റെ ക്വാളിറ്റി. പല കർമ്മങ്ങളും ഒരുപാടൊന്നും വേണ്ടിയില്ല. ചില കൊച്ചു കൊച്ചു കർമ്മമാണെങ്കിലും ചെയ്യുന്നതിന്റെ ആ ക്വാളിറ്റി ഉണ്ട്. മുതാബഅത്തും ഇഖ്ലാസും. അതുകൊണ്ട് കർമ്മങ്ങൾ വലുതാവും. കണക്ക് നിങ്ങൾ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞങ്ങള് നബി തിരുമേനിയുടെ കാലഘട്ടങ്ങളിൽ ചില കാര്യങ്ങൾ അതൊക്കെ നെവർ മൈൻഡ് ആയിട്ട് കളഞ്ഞിരുന്നു. പക്ഷെ അത് റബ്ബിന്റെ അടുക്കലെത്തുമ്പോൾ അതിന്റെ ശിക്ഷ അതികഠോരമായേക്കാം. തിരിച്ചും ചിലത് നിസാരമായി കണ്ടു. പക്ഷേ അതിന്റെ പ്രവർത്തനത്തിന് കിട്ടുന്ന അല്ലാഹുവിന്റെ അടുക്കലുള്ള അംഗീകാരം അത് വലിയ മലകളെ പോലെ ഉണ്ടായിരുന്നു. അതിന് കാരണം എന്താ? നമ്മൾ ചെയ്യുന്ന പ്രവർത്തനത്തിന്റെ ആ ക്വാളിറ്റി. ഇങ്ങനെ ചെയ്ത ആളുകൾക്കാണ് ആ സിറാത്ത് ഏറ്റവും സ്പീഡിൽ മുറിച്ചു കടന്നു പോകാൻ കഴിയുന്നത്. അവരാണ് നാജിൻ, മുസ്ലിം എന്ന ഗണത്തിൽ വരുന്ന പല തട്ടുകൾ. അപ്പൊ നമ്മളൊക്കെ ഇങ്ങനെ ആലോചിക്കണം, എന്ത് ഏത് പ്രവർത്തനം ചെയ്യുമ്പോഴും അതൊക്കെ ചെയ്യുന്നതൊക്കെ നല്ല ഉദ്ദേശത്തോടു കൂടി നമ്മൾ ചെയ്യാൻ പറ്റുന്നിടത്തോളം ചെറുതും വലുതുമായ എല്ലാ നന്മകളിലും നമ്മൾ ഉണ്ടായിരിക്കും. എന്നാൽ ഇതൊക്കെ ഫേസ് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. രണ്ടാമത്തെ ടീമിനെ, ആദ്യത്തെ കാറ്റഗറി എന്ന വിവിധ തട്ടുകൾ. രണ്ടാമത്തേത് പ്രവാചക തിരുമേനി നാജിൻ മഹ്ദൂഷൻ, രക്ഷപ്പെടും. എന്നാൽ മഹ്ദൂഷൻ അവനും ആ ക്രോസ് ചെയ്യുന്നതിന്റെ ഇടയിൽ അവൻ താഴോട്ട് പതിക്കുന്നവനാണ്. പക്ഷെ ആ സിറാത്ത് ക്രോസ് ചെയ്യാൻ അവന് പറ്റും എങ്കിലും പറ്റിയിട്ടില്ല. പക്ഷെ അതിന്റെ ഇടയിൽ അവൻ താഴോട്ട് വീണു. ലാകിന്നഹു മഖ്ദൂഷൻ തനാലു ഫീഹി അഖ്ലാലീബ് വൽ ഖതാതീബ് തനാലുഹു. ആ നേരത്തെ പറഞ്ഞല്ലോ, ആ സിറാത്തിന്മേൽ അള്ളാഹു ചില കൊളുത്തുകൾ തീ കൊണ്ടുകൊണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ചില ഹുക്കുകൾ. അതിൽ നിന്ന്, അതിന്റെ പിടുത്തത്തിൽ നിന്ന് അവന് രക്ഷപ്പെടാൻ പറ്റില്ല. അത് തട്ടിത്തെറിഞ്ഞ് അതിൽ നിന്ന് അവൻ താഴോട്ട് വീണുകൊണ്ടിരിക്കും. അവൻ ആ പാലത്തിന്റെ, ആ സിറാത്തിന്റെ എൻഡിലേക്ക്, ഫിനിഷിംഗ് പോയിന്റിലേക്ക് അവൻ എത്തുന്നതല്ല. ആ ഹദീസിൽ പറയുന്നുണ്ട്, അങ്ങനെയുള്ള ഒന്നും രണ്ടും മനുഷ്യന്മാരല്ല, ആളുകൾ ഇങ്ങനെ ഉതിർന്ന് വീഴുമെന്ന്. അതിന് മാത്രം അവർ ചെയ്ത കുറ്റങ്ങളും അതുപോലെ തന്നെ പാപങ്ങളും കൊണ്ടായിരിക്കും അത് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെന്നിട്ടുണ്ടാകും. അപ്പോഴാണ് ഇങ്ങനെ ഉതിർന്നു വീഴുന്നു. അവൻ ഉതിർന്നു വീഴുന്നത് നരകാഗ്നികൾ കൊണ്ടുള്ള വിരിപ്പിലേക്ക് അട്ടിയായി അവൻ വീണുകൊണ്ടിരിക്കുമെന്ന് ഹദീസിൽ കാണാം. എന്നിട്ട് അവസാനമായി അമ്പിയാക്കൾ, അതുപോലെ തന്നെ സ്വാലിഹീങ്ങളായ ആളുകൾ, അവർക്ക് അല്ലാഹു ശഫാഅത്തിന്റെ അധികാരം നൽകുകയും അതിലൂടെ ആ നരകത്തിലേക്ക് ഉതിർന്നു വീണ ആളുകളെ തന്നെ അല്ലാഹു വീണ്ടും സ്വർഗത്തിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. അപ്പൊ അതാണ് നാജിൻ മഹ്ദൂഷൻ എന്ന് പറയുന്നത് ഹദീസിന്റെ പദം. നരകാഗ്നിയിലേക്ക് ഉതിർന്നു വീണുപോയി, പക്ഷെ പിന്നീട് അവരിൽ നിന്ന് അവർ രക്ഷപ്പെടുന്നവർ. മൂന്നാമത്തേത് നാജിൻ. അതുപോലെ മൂന്നാമത്തെ ടീം
അവർ ഒരിക്കലും തന്നെ അവരെ അതിൽ നിന്ന് രക്ഷപ്പെടുന്നതേ ആ ഉതിർന്ന് വീണു എന്ന് മാത്രമല്ല, പിന്നീട് അവിടെ നിന്ന് അവർക്ക് ഒരിക്കലും തന്നെ രക്ഷപ്പെടാനും കഴിയുകയില്ല. അതിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസിൽ മറ്റൊരു പദമാണ് പ്രയോഗിച്ചിട്ടുള്ളത്. ഞാൻ എഴുതി കൊണ്ടുവന്നിട്ടില്ല. അവർ ആ നരകത്തിലേക്ക് ആഹ്വദിക്കുന്നു, അതിൽ ശാശ്വതമായി അവർ അതിൽ കടന്ന് എരിപിരി കൊള്ളുന്നു. ഈ ഹദീസ് വിശദീകരിച്ചപ്പോ ഒരു സഹാബി മഹാനായ അബ്ദുല്ലാഹി ഇബ്നു റവാഹ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ തന്റെ വീട്ടില് നോക്കിക്കളി ഇത്തരം കാര്യങ്ങളൊക്കെ പെണ്ണുങ്ങളെയായിട്ട് ഭാര്യമാരുമായിട്ട് ഷെയർ ചെയ്യും. ഭാര്യയുടെ മടിയിൽ ഇങ്ങനെ കിടക്കണം. അത്രേ അബ്ദുല്ലാഹി ഇബ്നു റവാഹ് മടിയിൽ ഇങ്ങനെ കിടന്നപ്പോൾ അയാളുടെ കണ്ണിൽ ഇങ്ങനെ കരയും. പെണ്ണ് ചോദിച്ചു, അല്ല ഇത്ര കരയുന്നത്? അപ്പൊ ഈ ഹദീസ് പറഞ്ഞു, ഇങ്ങനത്തെ ഒരു സംഭവം നമുക്കൊക്കെ ഫേസ് ചെയ്യാനുണ്ട്. ഇങ്ങനത്തെ ഫേസ് ചെയ്യുന്ന ആ സമയത്ത് ഈ അബ്ദുള്ള ആ 3 ടീമിനെ റസൂല് പറഞ്ഞില്ല, എന്തൊക്കെയാണ് എൻ്റെ അവസ്ഥ? അപ്പോ ഇത് കേട്ട പ്രിയ പത്നി അവരുടെ കണ്ണിൽ നമ്മൾ കണ്ണീരിച്ചു. ആ ഭയാനകത ഓർത്തിട്ട് ഭാര്യയും ഭർത്താവും ഭാര്യയുടെ മടിയിൽ കിടന്ന് കരയും. നമുക്കൊന്നും ഇങ്ങനത്തെ ഘട്ടങ്ങളെ കുറിച്ച് ആലോചിക്കാൻ തന്നെ നേരം. ഒന്ന് കുശലം പറയാൻ വേണ്ടിയിട്ട് മടിയിലോ ഇരിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് പറയാൻ പാടുന്നില്ല. അവർക്ക് അവരുടെ മനസ്സിനോട് തട്ടി അവർ സംസാരിച്ചിരുന്ന സംസാരങ്ങൾ ഇതേ രീതിയിൽ ഉള്ളതായി. ഞാൻ ചോദിച്ചു, എനിക്കറിയില്ല ഞാൻ രക്ഷപ്പെടുക എന്ന്. ഇങ്ങനത്തെ അവസ്ഥകൾ പരലോകത്ത് ഉണ്ടാകുന്ന സംഭവങ്ങൾ ഫേസ് ചെയ്യാനുള്ള ഓരോ ഘട്ടങ്ങളെ കുറിച്ചും കൺമുമ്പിൽ കാണുന്നത് പോലെയായിരുന്നു അവർ വിശ്വസിച്ചത്. നമ്മൾ ഓർക്കുകയും നമ്മള് ഒരു ഭയങ്കര ദുർഘടം പിടിച്ച ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് മുമ്പ് നിൽക്കുന്ന ആളുകൾക്കൊക്കെ അതികഠിനമായ ശിക്ഷകളും പ്രയാസങ്ങളും അനുഭവിക്കുന്നത് നമ്മൾ കാണുന്നു. അത് ക്രോസ് ചെയ്തിട്ട് നമുക്കാണ് മുന്നോട്ട് പോകുന്നത്. ആ പിന്നിൽ നിൽക്കുന്ന ആളുകളുടെ അവസ്ഥ എന്തായിരിക്കും? അത്രമാത്രം അസ്വസ്ഥരായിരിക്കും. ഇതൊക്കെയാണ് ആ സിറാത്തിനെ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മുടെ സഹാബത്ത് ചിന്തിക്കാനുണ്ടായി. സിറാത്തിലൂടെ മുറിച്ച് ക്രോസ് ചെയ്യുന്ന സമയത്ത് പ്രവാചകൻ ഈ പറയുന്നതൊക്കെ കണ്ണിൽ അവനിങ്ങനെ കാണും. എനിക്ക് അങ്ങനത്തെ ഘട്ടം വന്നാൽ ഞാൻ എന്ത് ചെയ്യും എന്ന ഭയപ്പാട് അവർക്കുണ്ടാവും. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ 3-ാമത്തെ മഖ്ദൂഷ് ഫീ നാരി ജഹന്നം എന്നാണ് റസൂൽ. ഇനി ഈ മഖ്ദൂഷിൽപ്പെടുന്ന ഒരു വിഭാഗമാണ് പരിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തരുന്ന മുനാഫിക്കുകൾ എന്ന് പറയുന്നത്. ഖുർആനക്കാർ പച്ചക്ക് നമ്മളോട് പറഞ്ഞു നോക്കിയത്, യൗമ തറൽ മുഅ്മിനീൻ വൽ മുഅ്മിനാത്ത്, മുഅ്മിനുകളായ ആളുകളെയും മുഅ്മിനത്തുകളായ സഹോദരിമാരെയും നിങ്ങൾക്ക് കാണാം. തറ ആ പ്രയോഗം നോക്കി നിങ്ങൾക്ക് കാണാം. ആർക്കും അവിടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് മാത്രമല്ല, ഇതൊക്കെ അന്ത്യനാൾ വരെയുള്ള നമ്മളോടൊക്കെയുള്ള നേർക്കുനേരെയുള്ള അള്ളാഹുവിന്റെ സംസാരം. തറ നിനക്ക് കാണാം. അവരുടെ ആ സിറാത്ത് ക്രോസ് ചെയ്ത് പോകുന്ന മുഅ്മിനുകളും മുഅ്മിനത്തുകളും ഇവിടെ എന്താണ്? യസ്ആനൂറുഹും മിൻ ബൈനി ഐദീഹിം വബിഐമാനിഹിം, അവരുടെ ഇരു പാർശ്വങ്ങളിലും അവരുടെ മുൻഭാഗങ്ങളിലും വലിയ വെളിച്ചം അവർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും. എന്ന് പറഞ്ഞാൽ അത് ക്രോസ് ചെയ്ത് പോകാൻ ഒരു പ്രയാസമില്ലാത്ത രീതിയിലുള്ള സൗകര്യങ്ങൾ പ്രശ്നമിരിക്കുന്നു.
ബുശ്റാക്കുമുൽ, അത് ക്രോസ് ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന മെസ്സേജ് ഗുഡ് ന്യൂസ്, ഹാപ്പി ന്യൂസ്. ബുശ്റാക്കും, സന്തോഷ വാർത്ത. അയ്യോ, ഈ ദിവസം ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫീഹാ, ശാശ്വതമായി അരുവികൾ ഒഴുകുന്ന ജന്നാത്ത് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. സന്തോഷിക്കുക. ദാലിക അൽ ഫൗസുൽ അദീം, അതാണ് വമ്പിച്ച വിജയം. ഖുർആനിൽ പറഞ്ഞ 3 ഫൗസ് ഒന്ന് നമ്മൾ ഒരു കുടുംബം ഇങ്ങനെ ചെക്ക് ചെയ്തിട്ടുണ്ട്. ഫൗസ് അല്ലെ, അദീം, പിന്നെ ഫൗസുൽ മുബീൻ, ഒരു ഫൗസുൽ കൂടിയുണ്ട്. ആ രണ്ടും എല്ലാ മുഅ്മിനുകൾക്ക് കിട്ടുന്നത് തന്നെയാണ്. പക്ഷെ ഫൗസുൽ കബീർ അല്ലെ, ഈ ഫൗസുൽ അദീം അതാണ് അതിന്റെ ഗ്രേഡുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ടോപ്പ്. അദീം അല്ലാഹു അക്ബറിനേക്കാൾ കുറച്ചുകൂടി ഇതാണ് നമ്മൾ അദീമിന്റെ കാര്യത്തിൽ അദീം എന്ന് പറയുന്നത്. സുബ്ഹാന റബ്ബിയൽ അദീം, ഈ ഫൗസുൽ അദീം. അപ്പൊ വിശ്വാസികളെ സംബന്ധിച്ചുള്ള ഓക്കെ. എന്നാൽ യൗമ യഖൂലുൽ മുനാഫിഖൂൻ വൽ മുനാഫിഖാത്ത്, മുനാഫിഖുകളും മുനാഫിഖാത്തുകളായ പെണ്ണുങ്ങളും അവർ പറയാണ് ലില്ലദീന ആമനു, മുഅ്മിനുകളോട് പറയുന്നു, ഉൻദുറൂനാ, പ്ലീസ് ഒന്ന് നോക്കി. മുഅ്മിനുകളോട് പറയാം, ഒന്ന് ഞങ്ങളെ സംരക്ഷിക്കണം, ഒരു ചെറിയ ഒരു കെയർ. നഖ്തബിസു മിൻ നൂരിക്കും, ഉൻദുറൂ, നമ്മളിവിടെ ഇന്തിവാഖിലൊക്കെ എഴുതിയിട്ടുണ്ട്, വെയിറ്റ് ചെയ്യുക. നിങ്ങളിങ്ങനെ നേരത്തെ പറഞ്ഞതുപോലെ ക്രോസ് ചെയ്തു പോകുന്നു. കപടന്മാരായ ആളുകൾക്ക് അതിന് സാധിക്കുന്നില്ല. അപ്പോൾ അവർ പറയും, നിങ്ങൾ പ്രകാശപൂരിതമാണ്, ആ പ്രകാശത്തിൽ നിന്ന് അത്രയൊന്നും വേണ്ട. ഒരു ലൈറ്റ് നിങ്ങൾ ഞങ്ങൾക്ക് തരൂ. ഞങ്ങൾക്ക് ഒരു അത്ഭുതം ചെയ്യാൻ പറ്റും. അവരുടെ പ്രകാശം വിട്ടുപോകും. ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. അവരുടെ പ്രകാശം, ഈ വിശ്വാസികൾ പോകുന്നതോടുകൂടി അവർ പ്രകാശം അണഞ്ഞു പോകും. ഭയാനകമായ കൂരിരുട്ടിൽ അവർ ആപ്പതിക്കും. അപ്പോഴാണ് കപട വിശ്വാസികൾ ഇത് പറയുക എന്ന് ആ തഫ്സീറുകളിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. അപ്പോ മുഅ്മിനുകളെ സംബന്ധിച്ചിടത്തോളം ആ ഏറ്റവും ആദ്യം പറഞ്ഞ ഗ്രേഡിൽ ഉൾപ്പെടാൻ നമ്മൾ ശ്രമിക്കുക. എങ്കിൽ മാത്രമേ നമ്മൾ പറയാമല്ലോ ഫസ്റ്റ് ക്ലാസ്സിനെ ശ്രമിച്ചാൽ ജയിക്കുള്ളതെന്ന് പറയുന്നത്. നമുക്കും ആ മുട്ടിലിഴഞ്ഞ് വയറിൽ ഉദരത്തിൽ ഞരങ്ങി പോകുന്നവനേക്കാൾ കുറച്ച് സ്പീഡിലൊക്കെ ആ ക്രോസ് ചെയ്ത് പോകാൻ കഴിയണമെങ്കിൽ അതൊക്കെ നിങ്ങളുടെ അമലുകളുടെ അടിസ്ഥാനത്തിലാണ് എന്ന് ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇനി ഞാൻ 2-3 കാര്യങ്ങൾ സൂചിപ്പിക്കാനുള്ളത്. ആ സിറാത്ത് എന്ന് പറയുമ്പോൾ കാലിടറാതെ ഒരിക്കലും തന്നെ പാദങ്ങൾക്ക് ഒരു പതർച്ചയില്ലാതെ ക്രോസ് ചെയ്യാൻ കഴിയണമെങ്കിൽ ചില കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു. ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ ചിലത് നമുക്ക് ഹദീസിൽ നിന്ന് കാണാം. എങ്ങനെ നമുക്ക് ധൈര്യത്തോടെ ആ ഘട്ടം ഫേസ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും. നബി തിരുമേനിയുടെ ഒരു ഹദീസ് നോക്കൂ നിങ്ങൾ. വമൻ മശാ മഅ അഖീഹി ഫീ ഹാജ്ജ ഹത്താ അസ്ബതഹാ ലഹു, ഒരാൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അത്യാവശ്യ കാര്യങ്ങൾ ചെയ്യേണ്ടത്, കിട്ടേണ്ടത് ഇതെല്ലാം അപേക്ഷിക്കാൻ. എന്നാൽ ഇതറിഞ്ഞപ്പോ മറ്റൊരാൾ അവന് വേണ്ടി അതങ്ങട്ട് നേടിക്കൊടുക്കാൻ, അതങ്ങട്ട് ക്ലിയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി അതിനു വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരുന്നു. അതങ്ങട്ട് ശരിയാക്കി. ഒരു വയറാണെങ്കിൽ, ഒരു ജോലിയാണെങ്കിൽ, ഒരു ദുരിതമാണെങ്കിൽ, ഇങ്ങനത്തെ എന്തെല്ലാം നൂലാമാലകളും പ്രയാസങ്ങളും ആളുകൾക്കുണ്ടാകും. ഇതൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന എല്ലാവർക്കും എല്ലാത്തിനും പറ്റില്ല.
ചില ആളുകൾക്ക് ചിലത് പെട്ടെന്ന് ചെയ്തു കൊടുക്കാൻ പറ്റും. ഇന്നലെ ക്ലാസ്സിൽ പറഞ്ഞ നമ്മുടെ ഒരു സുഹൃത്ത് ഒരു 2 കാർ എടുത്തിട്ട് ആകെ പുലിവാലായി. അവസാനം അവന്റെ തലയിൽ 2 കാർ എടുത്തിട്ട് മറ്റൊരാൾക്ക് കൊടുത്തതാണ്. അവസാനം 2 കാർ, അതെ, ഏകദേശം ഒരു 64,000 റിയാല് അവരോട് കമ്പനി ആവശ്യപ്പെട്ടു. ജയിലിൽ വെച്ചു. നാട്ടിൽ പോകാനും പറ്റുന്നില്ല. അവസാനം നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളോട് തന്നെ ആ കാര്യം പറഞ്ഞു, ഇങ്ങനെ ഒരു ഇടക്കേറുണ്ട് എന്ന് പറഞ്ഞപ്പോ അയാളാണെങ്കിൽ ജോലിയുടെ മല പോലെ അയാളുടെ തലയിൽ ജോലിക്കെട്ടുകൾ കിടക്കും. എന്നിട്ട് അയാൾ അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നേരെ ആ സ്പോൺസർ പോയി കണ്ട് സംസാരിച്ച് അതിന് ക്ലിയർ ആക്കി 64,000 ഇത് അറബി ഭാഷയൊക്കെ പഠിച്ചതാണെന്നല്ല, നമ്മളെ 10 അറബി മാത്രം സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് കഴിവുള്ള ആളുകളുണ്ടാവും ഓരോ ഫീൽഡ്. ഇങ്ങനെ ആ ഫീൽഡുകൾ മനസ്സിലാക്കി ആളുകൾക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടായാൽ എന്തെങ്കിലും ആവശ്യം തന്നെ പറഞ്ഞു അതിനു വേണ്ടി ശ്രമിച്ച് അതങ്ങോട്ട് ക്ലിയർ ചെയ്താൽ അവന്റെ സ്റ്റെപ്പ്, അവന്റെ കാല് പതറൂല. ഇവിടെ ആളുകളൊക്കെ ഇങ്ങനെ ആകെ പതറുന്ന സമയമുണ്ടല്ലോ, മാഷാ അല്ലാഹ്, അവൻ ഒരു പതർച്ചയുണ്ടാവില്ല. സ്ഥിരപ്പെട്ട ഹദീസുകളാണ് ഇതൊക്കെ. ഒരു ഏതെങ്കിലും സർവീസ് സംഘടനകൾ ഉണ്ടെങ്കിൽ ഓര് ചെയ്തോട്ടെ, അതിന് വളണ്ടിയറിംഗ് ഉണ്ടെങ്കിൽ ഓര് ചെയ്തോട്ടെ എന്ന് പറഞ്ഞാൽ എല്ലാവരും ചെയ്യേണ്ടതാണ്. ചെയ്യുന്നതിന് ഉള്ള പ്രേരകം ഇതായിരിക്കണം. 2, ആദ്യത്തേത് ഒരു പ്രോബ്ലം പരിഹരിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ മദ്ലൂമിൻ, ഒരു അധർമ്മി ആക്രമിക്കപ്പെട്ട ആളാണ്, അവന്റെ ഹക്ക് വാങ്ങിക്കൊടുക്കുവാനുള്ള ശ്രമങ്ങൾ ഉണ്ടായി. ഒരാളുടെ അവകാശങ്ങൾ ഹരിക്കപ്പെടുമ്പോൾ ആ അവകാശങ്ങൾ നേടിക്കൊടുക്കുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഇത് കൂട്ടായി ചെയ്യണം എന്നല്ല പറഞ്ഞത്. മൻ എന്നാൽ എന്താണ്? പേഴ്സണലാണ്, വ്യക്തിപരമാണ്. ആര് ചെയ്താലും ശരി, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ ഭയാനകമായ രംഗത്ത് പതർച്ച കൂടാതെ പറയലില്ലാതെ നിനക്ക് സിറാത്ത് ക്രോസ് ചെയ്തു പോകാൻ അല്ലാഹുവിന്റെ ഹെൽപ്പ് ഉണ്ടാകും. അതുപോലെ തന്നെ മറ്റൊന്ന് അൽ മസ്ജിദു ബൈതു കുല്ലു തഖിയ്യി, പള്ളി ഭക്തന്റെ വീടാണ് പള്ളി, മുത്തഖിയുടെ വീടാണ് പള്ളി. ആ ബോധം നമുക്കുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ പള്ളി ഭക്തനായ ആൾ അവന്റെ ഇടം പോലെ, അവന്റെ വീട് പോലെ അതിന് ഇമ്പോർട്ടൻസ് ലഭിക്കും. പലപ്പോഴും തന്നെ ഈ പിരിവിനൊക്കെ വരാനുള്ള കാരണം ആ നാട്ടുകാർക്ക് പള്ളിനെ കുറിച്ച് അത്രയും മനസ്സിലാവില്ല. ഈ പിരിവിന് വരുന്നവരും പിരിവിന് വരുന്ന നാട്ടുകാരുടെ ഒക്കെ വീട് എടുത്തു നോക്കേണ്ടി, ലക്ഷങ്ങളുടെ വീടുകൾ. അതിലുള്ള 1 ലക്ഷമെങ്കിലും പള്ളിക്ക് നാട്ടുകാർ കൊടുക്കാൻ മെനക്കെട്ടാൽ മെനക്കെണെങ്കിൽ എന്ത് വേണം? ഈ ഹദീസ് കൊണ്ട് മനസ്സിലാക്കുക. അൽ മസ്ജിദു ബൈതു കുല്ല തഖി. എന്നിട്ട് ഇങ്ങനെ എങ്ങനെങ്കിലും മറ്റുള്ള കണ്ണ് കണ്ട ആളുകളോടൊക്കെ പിരിച്ചു കൊണ്ടിട്ട് ഒരു ഗ്രാമത്തിൽ, ഒരു നാട്ടിൽ ഒരു പള്ളി ഉണ്ടാക്കിയിട്ട് അതിൽ ആരാധിച്ചിരിക്കേണ്ടവനല്ല ഭക്തൻ. തന്റെ വീട് പോലെ അതിന് ഇമ്പോർട്ടന്റ് അങ്ങനെ ഉണ്ടെങ്കിൽ അള്ളാഹു അവന്റെ കഫീലാണ്, അള്ളാഹു അവന്റെ സ്പോൺസറാണ്. തന്റെ വീട് പോലെയുള്ള പരിഗണനയും പ്രാധാന്യവും പള്ളികൾക്ക് നൽകുന്നവന്റെ
കഫീൽ സ്പോൺസറാണ് അല്ലാഹ്. അവന് ആ വൈത്ത് വീട് എന്ന് പറഞ്ഞാല് അവിടെ വാചകം ഉണ്ടാക്കാനും കടന്നുറങ്ങാനും അല്ല. അത് പ്രത്യേകം എടുത്തു പറഞ്ഞ രീതിയിൽ ആത്മീയമായി ആ പള്ളിയെ അതിന്റെ പ്രാധാന്യത്തോടെ പരിഗണിക്കുന്നുവെങ്കിൽ അല്ലാഹു കഫാരത്ത് ഏറ്റെടുക്കുന്നു പറഞ്ഞില്ലേ, താമിന എന്ന് പറഞ്ഞില്ലേ. എന്തിനൊക്കെയാണത്? അൽ ജവാസു അല സിറാത്തി ഇലാ റിദ്വാനില്ലാഹി ഇലൽ ജന്ന. അല്ലാഹുവിന്റെ തൃപ്തിയോടുകൂടി ആ സ്വർഗത്തിലേക്ക് ആ സിറാത്ത് ക്രോസ് ചെയ്തെത്താൻ അല്ലാഹു ദമാൻ ഏറ്റെടുത്തിട്ടുണ്ട്. അല്ലാഹു തകഫല അല്ലാഹ്. പള്ളി ഇതിനു വേണ്ടിയിട്ട് അനീതിൽ കാണാൻ അല്ലാഹു ഇഷ്ടപ്പെടുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞപ്പോ റജുലൻ ഖൽബുഹു മുഅല്ലഖുൻ ബിൽ മസ്ജിദ്, എപ്പോഴും അയാളുടെ മനസ്സ് പള്ളിയുടെ കാര്യത്തിൽ എപ്പോഴും ശ്രദ്ധ. നമ്മളൊക്കെ ബാങ്ക് കൊടുത്ത് ഇഖാമത്ത് കൊടുത്തു, ഇമാമ് സലാം വിട്ടാനായി എന്ന് പറഞ്ഞിട്ട് കൂടി ആളുകളൊക്കെ ആദ്യത്തെ തിരുമേനിയുടെ ഒരു രീതിയിൽ കാണാം. ആളുകളെങ്ങാനും അറിഞ്ഞിരുന്നുവെങ്കിൽ എന്ത്, ആദ്യത്തെ സഫിൽ പോയി നിൽക്കുന്നത് ആളുകൾക്കുള്ള പ്രതിഫലവും പ്രാധാന്യവും അറിഞ്ഞിരുന്നുവെങ്കിൽ ഒരാൾക്ക് നടക്കാനും വയ്യ, കാണാനും വയ്യ, ഞരങ്ങി ഇങ്ങനെ എങ്ങനെങ്കിലും അങ്ങോട്ട് നടക്കാനേ കിട്ടുള്ളൂങ്കിൽ അതിന്റെ ശ്രേഷ്ഠത പ്രാധാന്യം അവൻ അറിഞ്ഞാൽ മുട്ടുകുത്തിയിട്ടെങ്കിലും അവൻ ആ ആദ്യത്തെ സ്വത്തിലെത്തുമായിരുന്നു. നമുക്കൊക്കെ പള്ളിക്ക് വേണ്ട, അവരുടെ വീട്ടിൽ നിന്ന് അവന്റെ റൂമിൽ തന്നെ അങ്ങോട്ട് സുബൈക്ക് സമയത്ത് നിസ്കരിച്ചാൽ തന്നെ അതിന്റെ എന്നോട് വലിയ കാര്യമാണ് നടത്തുന്നത്. അവിടെ നിന്നൊക്കെ നമ്മൾ മാറേണ്ടതുണ്ട്. ഈ പരലോകം എന്ന് പറയുന്ന ആ ഭയാനകമായ ആ ദിവസത്തെ വിവിധ ഘട്ടങ്ങളെ കുറിച്ചുള്ള ഓർമ്മകൾ നമുക്കുണ്ടാകണം. അതുപോലെ തന്നെ മഹാനായ സഹാബി അദ്ദേഹം ഒരു വാചകം കേൾക്കുക, ദുനിയാവിൽ ആരെങ്കിലും അള്ളാഹുവിന്റെ വഴി ആ സിറാത്തിൽ ആരെങ്കിലും അതിസൂക്ഷ്മമായ രീതിയിൽ നിലകൊള്ളുന്നുവെങ്കിൽ അള്ളാഹു അത്തരം ആളുകളെ ആ പരലോകത്ത് വരാനിരിക്കുന്ന ആ സിറാത്ത് ക്രോസ് ചെയ്യാൻ അവനെ ഹെൽപ്പ് ചെയ്യും. അതിസൂക്ഷ്മമായി ഈ ലോകത്തുള്ള അവന്റെ ഓരോ സ്റ്റെപ്പുകളും സിറാത്തിൽ മുസ്തഖീമിൽ അവൻ വളരെ കൃത്യമായി പോയിട്ടുണ്ടെങ്കിൽ അതേപോലെ കൃത്യതയോടുകൂടി പരലോകത്തുള്ള സിറാത്തിലും അവന് മുന്നോട്ട് പോകാൻ അവന് അവസരം കിട്ടും. ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞു, വമൻ ഹദിയ ഫീ ഹാദിഹി ദാരി ഇല സിറാത്തില്ലാഹിൽ മുസ്തഖീം. അല്ലാഹു പറഞ്ഞ സിറാത്തുൽ മുസ്തഖീമിലൂടെ ഒരാൾ വഴി നടക്കുന്നുവെങ്കിൽ അല്ലദീ അർസല റസൂലഹു പ്രവാചകന്മാരെ നിയോഗിച്ച ആ സത്യപാന്താവിലൂടെ ഒരാൾ നടന്നു പോകുന്നുവെങ്കിൽ നിശ്ചയമായും ആ സ്വർഗത്തിലേക്ക് എത്താനുള്ള ആ സിറാത്തിലും അവനെ അല്ലാഹു വഴി നടത്തും. അപ്പോ പരലോകത്തുള്ള സിറാത്ത് ക്രോസ് ചെയ്യണോ, അതിനനുസരിച്ചുള്ള ഒരു തയ്യാറെടുപ്പും ഒരു വീണ്ടും വിചാരവും കൊടുന്നുണ്ടാകണം. അതുപോലെ തന്നെ സിറാത്തിൽ ഉള്ള രണ്ട് വിശേഷണങ്ങളെ കുറിച്ച് പ്രവാചക തിരുമേനി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ പറയുന്നത്, സിറാത്തിന്റെ യമീൻ വശിമാൻ അതിന്റെ രണ്ട് പാർശ്വങ്ങളിലുമായിട്ട് കാണും. എന്ത്? രണ്ട് ക്വാളിറ്റികൾ, രണ്ട് ഗുണങ്ങൾ. അത് ഏതൊക്കെയെന്ന് തുർസലു അൽ അമാന വർ റഹീം.
നമ്മൾ വളരെയധികം ഗൗനിക്കേണ്ട രണ്ട് കാര്യം. റഹ്മ എന്ന് പറഞ്ഞാൽ കുടുംബ ബന്ധങ്ങൾ. കുടുംബ ബന്ധം എന്ന് പറഞ്ഞാൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യം. അള്ളാഹുവിന്റെ സിംഹാസനവുമായി റഹം ബന്ധിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് കാണാം. ഈ കുടുംബ ബന്ധം എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. രണ്ടാമത്തേത് അൽ അമാനത്ത്. അമാനത്ത് എന്താണെന്ന് ആർക്കും പറയേണ്ടത്. അമാനത്ത് അത് ഒരുപാട് വലിയ കാര്യങ്ങളായിക്കൊള്ളുന്നത്. എത്ര ചില്ലി കാര്യങ്ങളാണെങ്കിലും ശരി, ഈ അമാനത്തും റഹീമും രണ്ട് ഭാഗങ്ങളിലും നിൽക്കും. അത് ക്രോസ് ചെയ്ത് ഇങ്ങനെ പോകുമ്പോ ഇത് പാലിക്കാത്തവനെ അള്ളാഹുവിനോട് സാക്ഷി പറയും. അമാനത്ത് പടച്ചോനെ ഇച്ചങ്ങാതി ഇന്ന ഇന്ന വഞ്ചനക്ക് കാണിയിട്ടുണ്ട്. ഇവരെ ചൂണ്ടിയിട്ട് പറയും, ഇവൻ പടച്ചോനെ എന്റെ ബന്ധങ്ങൾ തകർത്തവനാണ്, എന്റെ കുടുംബം മുറിച്ചവനാണ്. കുടുംബബന്ധം, ബന്ധങ്ങളൊക്കെ വളരെ പവിത്രമാണ്. ഏത് ബന്ധം നമ്മൾ ഒരാളുമായിട്ട് പേഴ്സണലായിട്ട് ബന്ധങ്ങളുണ്ടെങ്കിൽ അത് നിലനിർത്തുക എന്നുള്ളതല്ലാതെ അതൊരിക്കലും എന്ത് ചെയ്യരുത്, തകർക്കുന്ന ഒരു പ്രവർത്തനോ സ്വഭാവമോ വാക്കുകളോ ഒന്നും തന്നെ. വാക്കുകളും പ്രവൃത്തി നമ്മളൊന്നും എന്തല്ല മലക്കുമല്ല. നബിമാർക്ക് പോലും ചിലപ്പോൾ വീഴ്ചകൾ ഉണ്ടായി. പക്ഷെ ഈ വീക്ക്നെസ്സുകളോ പോരായ്മകളോ ഒരാളുണ്ടായി നമ്മൾ അതിങ്ങനെ വെച്ച് നടക്കരുത്. അതൊക്കെ ആ സ്പോട്ടിൽ ഫിനിഷ്. അതിന് ഉദാഹരണമാണ് നമ്മുടെ ഈ സൗദികളൊക്കെ. നമ്മളൊക്കെ ഓഫീസിലൊക്കെ ഉണ്ടായിരുന്നു, സൗദികളൊക്കെ ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുന്നു അല്ലേ. പക്ഷെ അത് വെച്ച് നടക്കും. നമ്മളോടൊക്കെ തന്നെ അത് പറഞ്ഞിരിക്കുക. പക്ഷെ അത് അവരത് ഇങ്ങനെ വെച്ച് നോക്കി നടക്കും. എന്നാൽ പകായുടെ കാര്യത്തിലും ബന്ധങ്ങൾ തകർക്കുന്ന കാര്യത്തിലും മറ്റുള്ളവരെ അപേക്ഷിച്ച് ഒരുപടി മുന്നിലാണ് നമ്മൾ കേരളക്കാർ. ആരോടാണെങ്കിലും, മുസ്ലിമാണെങ്കിൽ നോൺമുസ്ലിമാണെങ്കിൽ എല്ലാവരോടുമുള്ള നല്ല ഡീലിംഗ്, തകർന്ന ബന്ധങ്ങളൊക്കെ ആണെങ്കിൽ അതൊക്കെ നല്ലവരായി അതിനെന്തുകൊണ്ടാണ് നല്ല വിശാലമായ ഒരു മനസ്സുണ്ടെങ്കിൽ അത് പറ്റും. കുടിലമായ ഒരു മനസ്സുണ്ടെങ്കിൽ ഒരിക്കലും പറ്റും. അതുകൊണ്ടായിരിക്കാം ബന്ധങ്ങൾ തകർത്ത ആളുകൾക്ക് ആ ബന്ധങ്ങൾ, രക്തബന്ധങ്ങൾ അള്ളാഹിനെ മുമ്പിൽ വെച്ച് വലിയതിനെ സാക്ഷി പറയും. അപ്പൊ അവർക്ക് ഒരിക്കലും തന്നെ അത് ക്രോസ് ചെയ്ത് പോകാൻ കഴിയില്ല എന്നാണ് ഹദീസ് സൂചിപ്പിക്കുന്നത്. ദുർസുൽ അമാന വറഹം ഫതഖൂമാനി ജംബതൈ സിറാ യമീനം വശിമാല. അടുത്തും വലത്തും ഒക്കെ നിന്നിട്ട് പടച്ചോനെ ഇവണ്ടല്ലോ അത് ചെയ്ത പറ്റിച്ചവൻ, തട്ടിപ്പ് നടത്തിയവൻ, വഞ്ചന കാണിച്ചവൻ, ഒരു ചെറുതോ വലുതോ കാര്യങ്ങളിൽ ഒരിക്കലും തന്നെ ഖിയാനത്ത് എന്ന് പറയുന്നത് നമ്മളിൽ ഉണ്ടാകാനേ പാടില്ല. അവർക്കൊരിക്കലും തന്നെ അത് ക്രോസ് ചെയ്ത് ഈ രണ്ടാളുകൾക്കും മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരിക്കലും തന്നെ കഴിയില്ല എന്നാണ് ഹദീസിൽ നിന്ന് പണ്ഡിതന്മാർ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് നാമും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും വിശാല മനസ്സിന്റെ ഉടമകൾ ആവുക. ഏത് സമയത്ത് മരിച്ചാലും, പണ്ട് റസൂലിനോടൊരു സഹാബി പറഞ്ഞില്ലേ, ഞാൻ ഒരുപാട് സുന്നത്തും പറന്നൊക്കെ പാട് ചെയ്തിട്ട് ഇങ്ങനെ തന്നില്ല, പക്ഷെ ഒരൊറ്റ പടപ്പിനോടും എന്റെ മനസ്സിൽ ഇത് പറയാൻ നമുക്ക് പറ്റണം. ഇസ്ലാഹികൾക്ക് സാധിക്കും. ഈ സംഘടനയുടെ ഒക്കെ പേരില്, പിളർപ്പിന്റെ ഒക്കെ പേരില് മിണ്ടാതെ നടക്കുന്നത് എന്ത് കാര്യം? എല്ലാവരും പച്ചക്കാപ്പോട് നമ്മളുമുണ്ട്, ക്രിസ്ത്യാനിനോടുമുണ്ട്. എന്നാൽ സംഘടനയുടെ പേരിൽ തെറ്റിപ്പോയോട് പിന്നെ അതൊക്കെ നമ്മുടെ ഭാഗത്ത് നിന്ന് നമ്മൾ ക്ലിയർ ആണ്. അപ്പുറം അത് നമ്മൾ നോക്കേണ്ടതില്ല. നമ്മുടെ ഭാഗത്ത് നിന്ന് എപ്പോഴും നമ്മൾ ഓപ്പൺ മൈൻഡായി, വിശാല മനസ്കനായി. ഒരു പ്രവാചകൻ പരിശുദ്ധ ഖുർആനിൽ സോഫാ സെറ്റിൽ, സ്വർഗീയാരാമങ്ങളിൽ പരസ്പരം അഭിമുഖമായി ഇരുന്ന് സന്തോഷിക്കുന്ന ആളുകളെ കുറിച്ച് പറയുന്നുണ്ട്. അവർ ഞങ്ങളുടെ മനസ്സിൽ ഒരിക്കലും തന്നെ പകയില്ലാത്തവരായിരുന്നു, വിദ്വേഷമില്ലാത്തവരായിരുന്നു എന്ന്. അങ്ങനെ പറയാൻ നമുക്ക് അല്ലാഹു
നല്ല വിശാലമായ മനസ്സ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വന്നുപോയ പിഴ്ചകൾ അവൻ നമുക്കെല്ലാവർക്കും പുറത്തു നിന്ന് മാപ്പാക്കുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കളെയും അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി